ഞാൻ രാധാകൃഷ്ണൻ, പൂതംകോടാണ് വീട്. ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് തന്നെയാണ് വീട്. ഞാൻ കല്യാണം കഴിഞ്ഞ് 5 വർഷം കുട്ടികളില്ലാതെ ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ഇവിടേക്ക് ഒരു കുടം വെള്ളം കയറ്റാമെന്ന് പ്രാർത്ഥിച്ചു. 1 വർഷം കഴിയുമ്പോൾ എനിക്ക് കുട്ടി ഉണ്ടായി. ഞാൻ എന്നിട്ട് കുട്ടി 5 വർഷം ശബരിമല കയറ്റി. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. നമസ്കാരം, സുധീഷ് അമ്പാശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പൂതംകോട് അയ്യർമല അയ്യപ്പൻകോട്ട പറഞ്ഞ ക്ഷേത്രമുണ്ട്. ഒരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ള ക്ഷേത്രമാണ്. ഞാൻ നിങ്ങളെ ഒരുപാട് ക്ഷേത്രങ്ങൾ കാണിച്ചു തന്നു. അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പോ ഇത് കണ്ടാൽ തന്നെ അറിയാം, ഒരു കാടിന്റെ ഉള്ളിൽ, വനപ്രദേശത്തിന്റെ ഉള്ളിലുള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ കമ്മിറ്റി ആളുകളും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ കാണാം. ഈ ക്ഷേത്രത്തിന്റെ മുഴുവൻ വിവരങ്ങൾ നമുക്ക് കാണാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ദേശങ്ങളിലേക്കും മറ്റുള്ള ആളുകളിലേക്കും എത്തട്ടെ. ഓക്കെ. ഇന്നിപ്പോൾ ഞാനും ഷാജേട്ടനും കൂടിയാണ് കേട്ടോ യാത്ര. ഇന്നിപ്പോൾ ഞങ്ങൾ മലയുടെ മുകളിലൊരു ക്ഷേത്രം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത് ഷാജേട്ടനാണ്. ഇത് ഒരുപാട് മല കയറിയിട്ട് വേണം പോവാൻ. എനിക്ക് തോന്നുന്നു നല്ല ദൂരമുണ്ട്. അതും നല്ല കഠിനാണ്, കല്ലും വേരും. ഇതിപ്പോൾ മുഴുവൻ നമുക്ക് കാണിക്കാൻ കഴിയില്ല, കട്ട് ചെയ്തിട്ടാണ് കാണിക്കണത്. എന്തായാലും നല്ല കല്ലും വേരും ഒക്കെ ആയിട്ട് ക്ഷീണിക്കും നമ്മൾ മുകളിലെത്തുമ്പോഴേക്കും. അത്രയും ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വഴിയൊക്കെ പറഞ്ഞാൽ വളരെ ദുർഘടമാണ്. പക്ഷേ ഇതിലുള്ള ഒരു യാത്ര ഭയങ്കര പോസിറ്റീവ് വൈബാട്ടോ ഇതിലുള്ള യാത്ര. അപ്പോൾ ഷാജേട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു യാത്ര. കുറച്ച് കഷ്ടപ്പാടാണെന്നുണ്ടെങ്കിലും യാത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ മറ്റേ കുറേ ശരിക്കും കാട് തന്നെയാണ്, വനത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ക്ഷേത്രവും. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ട് തന്നെ വന്നത് കണ്ടോ. അടിപൊളി ക്ഷേത്രമാണിത്. അപ്പോൾ ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് പറയണത്. ഇത് അയ്യപ്പനാണ് ഇവിടുത്തെ സ്വയംഭൂവാണ്. അപ്പോൾ അയ്യപ്പനാണ് ഇതിൻ്റെ ഉള്ളിലൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഈ സ്വയംഭൂ. അപ്പോൾ ഈ മരം ശരിക്കും ശബരിമലയിൽ മാത്രമാണ് ഈ മരം ഉള്ളൂ എന്നാണ് പറയണത്. ഇതിൻ്റെ വേറെ തൈകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഈ മരമായിട്ട് ആ മരം മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടെ ഈ പുരാതന കാലം മുതൽക്ക് തന്നെ ഈ ഗോത്രവർഗ്ഗക്കാരിൽ ഈ താപസന്മാരുടെയൊക്കെ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ചൈതന്യപൂർണ്ണമായ കാനനക്ഷേത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ട ഒരു കാര്യമാണത്. ഈ മലദൈവങ്ങൾക്കൊപ്പം സാക്ഷാൽ കാനന ശാസ്താവ് തന്നെയാണ് എന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും വളരെയധികം ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെ 2 ദേശങ്ങളാണിത് നടത്തി വരുന്നത്. ഈ മലമുകളിലത്തെ ക്ഷേത്രം 2 ദേശങ്ങൾ കൂടിയിട്ടാണ് ഈ ക്ഷേത്രം നടത്തി വരുന്നത്. 2 കമ്മിറ്റിയും കൂടി സംഗമിച്ച് ഒന്നിച്ചാണ് ക്ഷേത്രം നടത്തുന്നത്. ഇത് മാസത്തിൽ 2 പ്രാവശ്യം മാത്രമാണ് ഈ ക്ഷേത്രം നട തുറക്കുക, പൂജയൊക്കെ ഉള്ളത്. പക്ഷേ അവർക്കിത് എന്നും തുറക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവർക്കത് തുറക്കാൻ കഴിയാതെ വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ സഹായിക്കുക. എന്തായാലും നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം. ഇതിപ്പോൾ ഇതിലിവിടെ ഇപ്പോൾ ഞാൻ വന്ന് കണ്ടപ്പോൾ ചോറൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് നിരവധി ആൾക്കാരാണ് അവിടെ വന്നത്. കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മലയുടെ മുകളിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്രയും മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം തന്നെയാണ്. നമ്മുടെ ശബരിമല അയ്യപ്പൻ്റെ അതേ പവർ തന്നെയാണ് ഈ ക്ഷേത്രത്തിനും എന്നാണ് പറയണത്, അതേ ചൈതന്യമാണെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരിക്കലൊക്കെ ഇവിടെ വരിക ഇതിൽ യാത്ര ചെയ്യുമ്പോൾ. ഇത് കോങ്ങാട് ചല്ലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരമുള്ളൂ ഈ സ്ഥലത്തേക്ക്. പാലക്കാട് ജില്ലയിൽ കോങ്ങാട് ചല്ലിക്കൽ നിന്നൊരു 3 കിലോമീറ്റർ പോയാൽ നമ്മൾ വണ്ടി താഴത്ത് നിർത്തിയിട്ട് മലയുടെ മുകളിൽ കൂടി കുറേ നടന്നിട്ട് പോകണം ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ സന്താനലബ്ധിക്കും അതേപോലെ വിവാഹങ്ങൾ നടക്കാനൊക്കെ നിരവധി ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് കാണുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. കാരണം ഈ തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് എത്തണം. പിന്നെ ഈ ക്ഷേത്രം ഇപ്പം ഇതിൻ്റെ ഈ മറ്റേ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് അതിന് വലിയൊരു തുക ചിലവാകും. അപ്പോൾ അതിനുള്ള കൈക്കണക്ക് പട്ടികയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ ഒരുപാട് പൈസ ചിലവ് വരുന്നുണ്ട് ഇതിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുകയാണെങ്കിൽ സഹായിക്കുക. അവരൊക്കെ സാധാരണ ആളുകളാണ് ഈ ക്ഷേത്രം നിലനിർത്തി കൊണ്ടുപോകുന്നത്. എന്തായാലും അറിയാമല്ലോ, അതിപ്പോൾ ഒരു വെള്ളം മുകളിലേക്ക് എത്തണമെങ്കിൽ പോലും അത്രയും കഷ്ടപ്പാടാണ്. മലയുടെ ചുവട്ടിൽ നിന്ന് ലേശം വെള്ളം എത്തണമെങ്കിൽ പോലും.
അതേമാതിരി എന്ത് സാധനങ്ങളാണെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാം കേട്ടോ. നമസ്കാരം. പേര് കുമാരൻ. കുമാരൻ. ഇവിടെ എത്ര വർഷമായി ഇത്? ഇത് 39-40 വർഷമായി പൂജ, ഇവിടെ പൂജ അല്ലേ? ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം? ഇതൊക്കെ ഒരു പരത്യാൻ ഒരു 800-900 വർഷത്തിന്റെ പഴക്കങ്ങളുണ്ടല്ലോ നമ്മുടെ. പഴക്കമുണ്ടല്ലേ? ഇതിപ്പോ നമ്മളിപ്പോ ഓരോ പ്രദേശം ഓരോ സ്ഥലത്ത് വരാനുള്ള ഒരു ഐതിഹ്യങ്ങളും കേട്ടുകഥകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു ഐതിഹ്യം എന്താ ചുരുക്കത്തിൽ പറയാൻ കഴിയും? ഇത് അയ്യപ്പനാണ് ഇവിടുത്തെ ഐതിഹ്യം. ധർമ്മശാസ്ത്രം ഒരു ചൈതന്യം അതാണ് കൂട്ടുന്നത്. അതായത് സ്വയംഭൂവാണ്, വിഗ്രഹമൊന്നുമില്ല അവിടെ. പിന്നെ ഈ നമ്മൾക്ക് അമ്പലം ഒന്നും കയറ്റാൻ പാടില്ല. കയറ്റാൻ പാടില്ല. തുറന്ന മഴ നനഞ്ഞു കിടക്കണം. ഇവിടെ അതൊന്നും നമുക്ക് ചെത്താൻ തന്നെ പാടില്ല. ഈ പുല്ലിലും മല്ലിലും ഇരിക്കണ അയ്യപ്പന് ഇഷ്ടം. ഒന്ന് അടുപ്പിച്ചു. അപ്പൊ ഇതിപ്പോ നമ്മൾ ഈ അവസരത്തിന് ഉത്സവത്തിന് വേണ്ടിയിട്ട് ചെത്തുകയാണ്. ശരി, ഒന്നും ചെയ്യാൻ പാടില്ല. ശരിക്കും കാടിന്റെ ഉള്ളിൽ തന്നെ വസിക്കണം അയ്യപ്പന്. അങ്ങനെയാണ് ഇവിടുത്തെ ചൈതന്യം. ഒരു നൂറ്റാണ്ട്, കുറേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇതിന്റെ താഴെ ഒരു ഗുഹയുണ്ട്. ശരിക്കും ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ ഒരു ഗുഹയാണ് അപ്പുറത്ത്. ഏത് സമയവും നീരൊഴുക്കുന്നതാണ്. ഇതിന്റെ അപ്പുറത്ത് ഒരു കുളം, അമ്പലക്കുളം ഉണ്ട്, ഒരു കിണറുണ്ട്. ഇതിന്റെ നേരെ ഒരു കുഴിയുണ്ട്. അതൊന്നും നമുക്ക് വെള്ളം എടുക്കാൻ പറ്റിയ കുഴിയുണ്ട്. അങ്ങനെ ഇതിന്റെ ഒരു കിണർ കുത്തി നമ്മള് ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്ക് നമ്മൾ താഴെ കയറ്റുന്ന എടുക്കണം. പിന്നെ നമുക്ക് ഈ ഉത്സവത്തിനൊക്കെ നമ്മൾ വണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് മോട്ടറിൽ അടിച്ച് മുകളിൽ കയറ്റണം. അല്ലാതെ ഏറ്റിയൊന്നും നിന്നാൽ മുതലാവില്ല. അത്രയും കയറ്റല്ലേ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ ഇതൊരു കിണർ കുത്തി നമുക്ക് കിണർ കുത്തി നോക്കിയപ്പോൾ അത് സ്ഥാനം മാറി പറഞ്ഞിട്ട് ആ വെള്ളം ഒന്നിനും എടുക്കാൻ പാടില്ല. ഒരു പാത്രത്തിലും കൂടെ മുട്ടിക്കാൻ പാടില്ല ഈ കിണറ്റിലെ വെള്ളം. അപ്പൊ അത് തൂർത്തുകൊണ്ടിരിക്കുക. 14 കോടി വെള്ളം കണ്ടു. അപ്പൊ ഇതിന് ഞങ്ങളിപ്പോ പിന്നെ ഞാൻ ചോദിക്കണതേ, ഈ പ്രതിഷ്ഠ വരാനുള്ള ഇതിനെ കുറിച്ചൊരു കഥ ഉണ്ടാവുമല്ലോ, ഐതിഹ്യം. കല്ലൂര് ഇത് പണ്ട് ഒരു നായർ വീട്ടിലായിരുന്നു ഈ അമ്പലം. കല്ലൂര് നായർ മഠത്തില്. അപ്പൊ അവര് ഇത് പണ്ട് ഇവിടെ ഇന്ദിരാഗാന്ധിയൊക്കെ വന്ന താഴെ അമ്പലത്തില് പണ്ടവാഴ്ച ശിവൻ കോവിൽ പൂജയും കഴിഞ്ഞ് ഒരു ലേശം നേദ്യം കൊണ്ടുവന്ന ഒരു കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഒരു പൂജ കഴിച്ച് പൂക്കുണ്ടായിരുന്നു പണ്ട് ബ്രാഹ്മണര്. അത് അങ്ങനെയായിട്ട് അവര് പിന്നെ അത് ഇട്ടുപോകുന്നു. ഈ കല്ലൂർ നായർ വീട് ആരും ഇതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ ദേശത്തുള്ള എല്ലാ ആൾക്കാരും കൂടി ഇത് നമ്മൾ എടുത്ത് നടത്തുകയാണ്. ഒരു 5 പഞ്ചായത്ത് കൂടി നടത്തുന്നത്. ഇവിടുത്തെ പ്രധാന ആഘോഷം എന്താ? അയ്യപ്പൻ വിളക്കാണ്. അയ്യപ്പൻ വിളക്ക്. പിന്നെ ഉത്തരം വിളക്കിന് അന്നദാനം. അയ്യപ്പന്റെ പിറന്നാൾ അത് ഗംഭീരായിരിക്കും. അതേപോലെ ഇവിടെ പിന്നെ ഇതുണ്ട് ഗുരുതി പൂജ. അത് ഈ ഉത്തരം വിളക്കിനാണ് നടത്തുക. ഗുരുതി പൂജയുണ്ട്, ബ്രഹ്മരക്ഷത്തിന്റെ പൂജയുണ്ട്, നാഗപൂജകളുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട പൂജയൊക്കെ അന്ന് നടക്കും. ഇപ്പൊ നമുക്ക് നടത്താൻ പറ്റണത് ഈ വിളക്കിന് ദേവന്മാരുണ്ടോ? ആ ദേവന്മാരുണ്ട്. അതിന്റെ ഉള്ളിൽ തന്നെ കൂടി അവിടെ 5 ദേവന്മാര് കൂടി ഇരിക്കുന്നതാണ്. ശരി. ഇതിന്റെ ഉള്ളിൽ തന്നെ. അതില് യുവരാജാവാണ് അയ്യപ്പൻ. ഈ മലയിലെ പേരി കൊള്ളിരിക്കുന്ന ഇവിടെയുള്ള എല്ലാ ക്ഷേത്രത്തിന്റെ രാജാവാണ് അയ്യപ്പൻ. മൂപ്പര മേൽനോട്ടത്തിൽ അവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളും. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്താ? പ്രധാന വഴിപാടുകൾ നമ്മളിപ്പോ അന്നദാനമാണ് ഇവിടെ മെയിൻ. ഇവിടെ നടത്തുന്ന അന്നദാനമാണ് ഏറ്റവും വലിയ വഴിപാട്. പിന്നെ നമ്മള് പിന്നെ വെടി വഴിപാടുകൾ നടത്തും, പുഷ്പാഞ്ജലികള്, പായസം, നൈവേദ്യം, അങ്ങനെ പിന്നെ അരിപ്പറകള്, നെൽപ്പറ, മലർപ്പറ, പിന്നെ ശർക്കരപ്പറ, നാളികേരപ്പറ, അങ്ങനെ പിന്നെ മഞ്ഞൾപ്പറ, ഇങ്ങനെയുള്ള പറകളൊക്കെ ദേവനെ അർപ്പിച്ച ഓരോരോ ദോഷങ്ങൾ തീർന്നു. ഈ ഓരോ ക്ഷേത്രങ്ങളിലെ ഓരോ അത്ഭുതങ്ങൾ നടന്നപ്പോൾ ഞാൻ കുറെ ക്ഷേത്രങ്ങളിൽ ഇപ്പൊ 100 ക്ഷേത്രം ചെയ്തു. അപ്പൊ ഇപ്പൊ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ അത്ഭുതം നടന്നതായിട്ട് കഥകളോ അല്ലെങ്കിൽ പറഞ്ഞു കേട്ടതായിട്ട് പണ്ട് അങ്ങനെ നടന്നിട്ടൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു ചരക്കൊക്കെ വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു 15 കൊല്ലം മുമ്പേ ഒരു പെരുമഴ, അതായത് ഒരു കിളി പോലും പുറത്തിറങ്ങാത്തൊരു മഴ പെയ്യും. വന്നത് അവിടുന്ന് അങ്ങനെ ഒരു പ്രദേശം അങ്ങോട്ട് അങ്ങനെ വലിച്ചോണ്ട് കൂട്ടി അയ്യപ്പന്റെ ചരക്കാത്ര അവിടുന്ന് വലിച്ചത്. ഐതിഹ്യം പറയുന്നത് ചരക്ക് വലിച്ചുകൊണ്ട് പോയി. അത് വലിച്ചുകൊണ്ട് ഇല്ലാതെ കൊണ്ട് വെച്ചത് ഇതിന്റെ അടിയിൽ തന്നെ. അതാണ് ഇവിടുന്ന് കൂടുതൽ താത്താൻ പാടില്ല. ഇതിന്റെ 1.5 അടി കൂടുതൽ താത്താൻ പാടില്ല.
ഒരു 1.5 അടി 2 അടി കൂടുതൽ നമുക്ക് ഇവിടെ താത്താൻ പാടില്ല. ഈ സാറേ പേര് സ്വാമി ശരണോ. ഇപ്പൊ പേര് അരുൺദാസ് ആണ്. വീട് ഇവിടെ തന്നെ? ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ. എന്താ ഇവിടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത്? അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത് ഏകദേശം സ്വാമി സൂചിപ്പിച്ച പോലെ ഏകദേശം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു 700-800 വർഷം പഴക്കമുള്ള അതിപുരാതനമായ താപസന്മാരും ഗോത്രവർഗക്കാരും ആരാധിച്ചു വന്നിരുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് ഇത് കാണുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. അപ്പൊ ഈ ക്ഷേത്രത്തില് ശാസ്താവാണ് കുടികൊള്ളുന്നത്. ശാസ്താവ് കാനനവാസനായിട്ടാണ് കുടികൊള്ളുന്നത്. ഒപ്പം തന്നെ ഉപദേവന്മാരായിട്ട് ശ്രീ പരമേശ്വരനും വിഷ്ണുവും സുബ്രഹ്മണ്യനും ഗണപതിയും മറ്റ് നാഗങ്ങൾ ദൈവങ്ങളും ബ്രഹ്മരക്ഷസൊക്കെ ഇതിന് ഉപദേവന്മാരായിട്ട് ഈ ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് അയ്യർമല പൂതങ്കോട് അയ്യപ്പൻകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര് ക്ഷേത്രത്തിന്റെ. ഇത് 2 ദേശക്കാരും അയ്യർമലയിലെയും പൂതങ്കോട് പൂതനയൂരിലെയും 2 ദേശക്കാരും ഒരു കമ്മിറ്റി ആയിട്ട് നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ ഇവിടുത്തെ ചൈതന്യത്തിന്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം കുടുംബസമേതനായിട്ട് കുടികൊള്ളുന്ന ഒരു ശാസ്താവാണ്. ഇവിടെ അങ്ങനെ ആ ഒരു രൂപത്തിലുള്ള ശാസ്താവിനെ മാംഗല്യ ഭാഗത്തിനും അതുപോലെ സന്താന ഭാഗ്യത്തിനൊക്കെ മാതാപിതാക്കൾ വന്ന് പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി ഉണ്ടായിട്ടുണ്ട്. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അപ്പോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു ചൈതന്യം. വരുമ്പോ ചോറൂണ് കണ്ടു. കുട്ടികളെ കമത്തി കിടത്തിയിട്ട് അദ്ദേഹത്തെ ആ കുട്ടികൾ നമ്മൾ ഇവിടെ ചോറൂണ് സാധാരണ ചെയ്യാറുണ്ട് എല്ലാ പൂജ സമയങ്ങളിലും. കുട്ടികളെ ഇവിടെ ഭഗവാനെ സമർപ്പിച്ച് ഭഗവാന്റെ കയ്യിൽ നിന്ന് നമ്മൾ കുട്ടികൾ വാങ്ങിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ ഈ ചോറൂണിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത്. അതാണ് ഇതിന്റെ പാട്ടുള്ളത്. പിന്നെ എല്ലാ വർഷവും ധനുമാസം 10-ാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം. വലിയ രീതിയിൽ ആഘോഷിക്കുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവം ധനുമാസം എല്ലാ വർഷവും ധനു 10-നാണ് കൊണ്ടാടാറുള്ളത്. ഈ വർഷവും ധനു 10 ഡിസംബർ 25-നാണ് ഈ ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം. ഒപ്പം മീനമാസത്തിലെ ഉത്രനാളില് ഇവിടുത്തെ ഭഗവാന്റെ പിറന്നാൾ സദ്യ ആഘോഷിക്കാറുണ്ട്. നിരവധിയായ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. 40 പറയോളം അന്നദാനം വളരെ ഗംഭീരമായി മലമുകളില് എല്ലാ സാധനങ്ങളും തലച്ചുമടായി ഏറ്റി ഈ ക്ഷേത്രത്തിൽ എത്തിച്ച് വലിയ വിപുലമായിട്ടുള്ള ഒരു ആഘോഷങ്ങളാണ് ഇവിടെ സംഘടിപ്പിക്കാറുള്ളത്. അതിന് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളിലും ദേശവാസികളുടെ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്വാമി സൂചിപ്പിച്ച പോലെ മാസത്തിലെ 2 ശനിയാഴ്ചകളിലാണ് ഇവിടെ പൂജയുള്ളത്. എല്ലാ ദിവസവും നിത്യം പൂജ കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് ഭഗവാൻ സാധിച്ചേരുന്നു വിചാരിക്കുന്നു. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ഈ വരുന്ന അയ്യപ്പൻകുളം മഹോത്സവത്തിന് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ ധനമന സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഭഗവാന്റെ തിരുനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഇപ്പൊ ദൂരമുള്ള ആളുകളൊക്കെ ചിലപ്പോ വഴിപാടുകളൊക്കെ വിളിച്ചു പറയായി. അതെ അതെ. അപ്പൊ അത് വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും. ചെയ്യാറുണ്ട് കാര്യങ്ങൾ. അതെ, വഴിപാടുകൾ വിളിച്ചു പറയാറുണ്ട്. അങ്ങനെയുള്ള വഴിപാടുകൾ ഒരുപാടുണ്ട് ഇവിടെ. പ്രധാനമാണ് ഇതൊക്കെ. അരുൺദാസ്. ഏത് കമ്മിറ്റിയുടെ? ഞാൻ ഇല്ല, ഇവിടെ ഒറ്റ കമ്മിറ്റിയുള്ളൂ. 2 ദേശക്കാരും കൂടെ ഒരു കമ്മിറ്റിയാണ്. ദേശത്തിന്റെ ആളായിട്ട് ഞാൻ ഇവിടെ അയ്യർമലയാണ് എന്റെ അയ്യർമല. പിന്നുള്ളത് പൂതങ്കോട്. അങ്ങനെ 2 ദേശക്കാരും കൂടെ ഒരു കമ്മിറ്റിയായിട്ട് 2 ദേശക്കാരുടെ ഒരു കമ്മിറ്റിയായിട്ട് ഒത്തൊരുമിച്ച് വളരെ ഐക്യത്തോടു കൂടി നടത്തുന്ന ഒരു ക്ഷേത്രമാണത്. തീർച്ചയായും. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ എന്നും തുറക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ. കറണ്ടിന്റെ കാര്യം എല്ലാ ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ സഹകരണം ഉണ്ടായി കറണ്ട് ഇവിടേക്ക് എത്തിച്ചാല് അവിടെ കറണ്ട് ഇല്ല അല്ലെ? നമുക്കൊരു നല്ല പ്രശ്നമാണ്. പിന്നെ താഴെ ഒരു കുളമുണ്ട്, അമ്പലക്കുളം. ഈ അയ്യപ്പന്റെ കുളമാണത്. അതിലാണ് ഇപ്പൊ കിണർ നമ്മള് വെള്ളം എടുക്കുന്നത്. അപ്പൊ ആ കുളം ഒന്ന് നേരാക്കാനുള്ള ഒരു സഹകരണം ഉണ്ടായ അവിടുന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും കറണ്ട് എത്തിക്കാനും ഈ വെള്ളം എടുക്കാനുള്ള എല്ലാരും കൂടി പറഞ്ഞാൽ കേൾക്കില്ല. കറണ്ട് എത്തിക്കാനും വെള്ളം എടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം അല്ലെ? ഇതൊക്കെ ചെയ്തു തന്ന എന്തായാലും കാണുന്ന കുറച്ചൊക്കെ ദൂരമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മൾ എടുത്ത ക്ഷേത്രങ്ങളൊക്കെ ഒരുവിധം എല്ലാ ആളുകളും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ചെയ്യട്ടെ. നമുക്ക് ഇവിടെ കറണ്ട് എത്താത്തത് കൊണ്ട് അത് നല്ല പ്രശ്നമാണ്. പിന്നെ എല്ലാ സാധനവും നമ്മൾ താഴെ നിന്ന് കയറ്റി ഒരു വാഴ കയറ്റണമെങ്കിൽ 40-45 രൂപ. ഒരു വാഴ ഇതിന്റെ മുകളിൽ കയറണം. 70 വാഴ ഒരു വിളക്ക് നടക്കുന്നത്. സംഖ്യ എത്രയായി നമ്മൾ കണക്കാക്കി. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും സഹകരിച്ച് ഇവിടെ നിന്ന് നടത്തിപ്പോണത്. അതേവരെ വിളക്കുകാരുടെ ഭാഗത്തുനിന്നും കൂട്ടുകാരുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും നമുക്ക് നല്ല സഹകരണമാണ്. ആരും നമ്മൾ സഹകരിക്കും. എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകൾ അവരുടെ ഒരു കഷ്ടപ്പാട് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ വരുന്ന വഴിയൊക്കെ കാണിച്ചു തരാം. അത്രയും ഒരു മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം. അപ്പൊ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരൊക്കെ. അപ്പോ അവർക്കൂടെ കറണ്ട് ഇല്ല, അതേമാതിരി വെളിച്ചം വെട്ടം സംവിധാനങ്ങളൊന്നുമില്ല. എന്നും തുറക്കണം എന്നുള്ള ആഗ്രഹവും ആ ഭക്തർക്കുണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു സംവിധാനം കൂടി ചെയ്തു
കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ചെയ്യാം കേട്ടോ, ഇത് കാണുന്ന ആളുകൾ. കാരണം ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം അതിന്റെ ഇപ്പൊ ശബരിമല പോലെ അല്ലെങ്കിൽ അത്രയും വലിയൊരു ക്ഷേത്രമല്ല. ശബരിമലയാണ്. അതെ. അപ്പൊ എന്താ വെച്ചാൽ പക്ഷെ ഇതിന്റെ ഐതിഹ്യം ചരിത്രമൊക്കെ ഭയങ്കരമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഈ ക്ഷേത്രമൊക്കെ നിലനിൽക്കേണ്ടത് എല്ലാ ആളുകളുടെയും ആവശ്യമാണ്. അപ്പൊ ആരും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും കൂടി ചെയ്യാം കേട്ടോ. ഒരു പ്രത്യേകതയുള്ളത് ഈ ക്ഷേത്രത്തിലെ ഈ മരത്തിന്റെയാണ്. അതായത് ഇവിടുത്തെ ഒരു ചൈതന്യം കൂടെ ആ മരത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ മരം നമ്മൾ ശബരിമലയിൽ കാണുന്ന മരമാണ്. നമ്മള് മറ്റുള്ള മരങ്ങളെല്ലാം ഈ സീസണിലും ഇല കൊഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇത് എല്ലാ സമയത്തും തളിർത്ത് നിൽക്കുന്ന ഒരു മരമാണ്. അപ്പൊ അതിനൊരു പ്രത്യേകതയുള്ള ഒരു മരമാണ്, ചൈതന്യമുള്ള ഒറ്റ മരമുള്ളൂ. ഇങ്ങനെ ഒരു മരം ഇവിടെ ഇല്ല. ശബരിമലയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു മരം പിന്നെ കണ്ടിട്ടുള്ളത്. ശരി. അതാണ് ഈ മരത്തിന്റെ ഒരു പ്രത്യേകത കൂടെ. ഇവിടുത്തെ വെളിച്ചപ്പാടാണ് അല്ലെ? എത്ര വർഷമായി ഇവിടെ? 25. 20ന്റെ ഒരു കാലഘട്ടം കൂടെ വെളിച്ചപ്പാടാണ് അല്ലെ? ശരി. എന്തെങ്കിലും വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? കോങ്ങാട് വണശ്ശേരി. മനസ്സിലായി. അതിപ്പോ മാസത്തിൽ രണ്ടു പ്രാവശ്യം ഇവിടെ എത്തണം അല്ലെ? മാത്രമേ ഉള്ളൂ അല്ലെ? വെളിച്ചപ്പോ വിളക്കിന് മാത്രമേ അത് കത്തി. എന്തുകൊണ്ടാന്നറിയാം എല്ലാരും പറയണ്ടാണെങ്കിൽ അത് വീഡിയോ കാണുമ്പോ മനസ്സിലാവും. കാരണം പറഞ്ഞു എന്താ നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത്? അമ്പലം വലിയ തന്നെയാണ്. നമുക്ക് വേണ്ടിയിട്ട് നല്ല അനുഗ്രഹമുണ്ട്, എല്ലാ സഹായങ്ങളും ഉണ്ട്. ഇത്രയും വർഷത്തായിട്ട് നമ്മൾ ഇവിടെ ഒരു പരിപാടി നടത്തുന്നത്. എന്തായാലും ഒരുപാട് പുരോഗമനം ഉണ്ടാവണം നമ്മുടെ അമ്പലം അല്ലേ? ഉണ്ടാവണമെന്ന്. അപ്പൊ ആളുകൾ എല്ലാരും സഹായിക്കണം, സഹായിക്കുക അല്ലെ? എന്റെ പേര് ദേവദാസാണ്, അയർമലയിലാണ് വീട്. ഇവിടെ മെച്ചം ഒരു 10-40 വർഷമായി നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തലച്ചോറിലും ഇതിലൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നത് കുറെ പറഞ്ഞതാണ്. അപ്പോ ഭഗവാന് വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അതിനുള്ള പ്രതിഫലം കിട്ടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിനുള്ള പ്രതിഫലം തരുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളും എല്ലാ അകമഴിഞ്ഞ് സഹായിക്കണം.